എനിക്ക് എല്ലാവർക്കും സാധാ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ക്ലേ ഇഷ്ടമല്ലേ? നമുക്കൊന്ന് ക്ലേ ഉണ്ടാക്കിയാലോ? ലെറ്റ്സ് ഗോ. ഫസ്റ്റായിട്ട് വേണ്ടത് നമുക്ക് ഈ ഒരു ബൗളാണ്. അതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിക്കാം. ഗൈസ്, അപ്പോൾ ഇത്രയും വെള്ളം ഒഴിക്കണം. ഞാനൊരു 2 ഇച്ചിരി കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റായിട്ട് വേണ്ട ഹാൻഡ് ഷാമ്പു ആണ്. ഒരിക്കലും തിക്കായിട്ടുള്ള ഹാൻഡ് ഷാമ്പു യൂസ് ചെയ്യരുത്. നമ്മുടെ സ്ലൈമി മാത്രമാണ് നമുക്ക് ഒരുപാട് തിക്കായിട്ടുള്ള ഹാൻഡ് വാഷ് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെയാണ് വേണ്ടത്. 2 സ്പൂൺ ഇന്നത്തേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ല നമുക്ക് തിക്കായിട്ടുള്ള അങ്ങനെ യൂസ് ചെയ്യുന്നത്, ഇങ്ങനത്തെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 2 ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് 3-ാമത്തെ 4-ാമത്തെ 4 പ്രാവശ്യം നമുക്ക് ഒഴിച്ചാൽ മതി. പിന്നെ നമ്മൾ മിക്സ് ചെയ്യണം. രണ്ട് മിനിറ്റ് വരെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. കുറച്ചുകൂടെ മിക്സ് ചെയ്താൽ മതി. ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇത്തിരി തിക്കായിട്ട് സംഭവിച്ചു. ഇത്തിരി മതി, കാരണം ഇത്തിരി തിക്നെസ് കിട്ടാനാണ്. നമുക്ക് വേണ്ടി മിക്സ് ചെയ്യാം. മിക്സ് മിക്സ് മിക്സ്. ഇതൊരു 2 മിനിറ്റ് മിക്സ് ചെയ്യാം കേട്ടോ. ഇത്തിരി നല്ല ഒരു ഹാർഡായിട്ടുള്ള രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇത്തിരി നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുമോ എനിക്കറിയില്ല. മിക്സ് ചെയ്യാം. നമ്മൾ ഫ്രീസർ വെക്കുമ്പോഴാട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട സംഭവമാണ്. ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയതാണ്. അടിപൊളിയായിട്ട് ഗൈസ്. നെക്സ്റ്റ് എനിക്കുള്ള ഇച്ചിരി ബോഡി ലോഷനാണ്. എൻ്റെ ബോഡി ലോഷന് നിങ്ങൾക്ക് ഏത് ബോഡി ലോഷൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഇതപ്പോൾ 2 പ്രാവശ്യം വയ്ക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, അതും കഴിഞ്ഞു. നമുക്ക് മിക്സ് ചെയ്യണം. ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ ബ്രദർ വന്നതാണത്. ഒരു 3 മിനിറ്റ് മിക്സ് ചെയ്യണം. ഞാൻ നല്ല സ്പീഡിലാണ് മിക്സ് ചെയ്യുന്നത്. ഇപ്പം ഇച്ചിരി പതിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പത എടുത്ത് കളയാൻ വേണമെങ്കിൽ. ഓക്കെ ഗൈസ്, ഇച്ചിരി എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഞാൻ പത. മിക്സ് ചെയ്യാം ഗൈസ്. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഞാൻ ചേർക്കാൻ പോകുന്നത് പിങ്കാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇച്ചിരി പിങ്ക് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് പിങ്കാന്ന് തോന്നുന്നില്ലെങ്കിലും അത് പിങ്കാണ് ഗൈസ്, ഒരു ലൈറ്റ് പിങ്കാണ്. നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഇതാണ്. തീരാറായി. അപ്പോൾ നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ അതും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ എടുക്കാം, വേണ്ടെങ്കിൽ മൈദ എടുക്കണ്ട. ഞാൻ മൈദ എടുക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ അമ്മ ചവിട്ടി പുറത്താക്കും എന്നെ. ഗൈസ്, അപ്പോൾ ഞാനൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡും കൂടി ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ റിയൽ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡായി. ഒരു റോസിൻ്റെ ഒക്കെ വയ്ക്കാം ഗൈസ്. അപ്പോൾ ഞാൻ ഒരിക്കലും ഫ്രീസറിൽ വയ്ക്കണം. നമുക്ക് ഫ്രീസർ അടയ്ക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് അതാവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതൊരു 2 hours എടുക്കും. അതുവരെ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ വിചാരിക്കണോ എൻ്റെ മുടി എന്താ ഇങ്ങനെ ഇരിക്കണേന്ന്? കാരണം ഞാൻ ഒരു ബട്ടർഫ്ലൈ ഹെയർ കട്ട് ഞാൻ ഒരു കടയിൽ പോയി വെട്ടി. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ എൻ്റെ മുടി ഇവിടം വരെ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഷോർട്ട് ചെയ്ത് അവിടം വരെ ആക്കി. ബാക്ക് ഇങ്ങനെയാണ് ഗൈസ്. വെയിറ്റ് ചെയ്യാം ഗൈസ്. ഇപ്പോൾ 4 hours വെക്കണം. നിങ്ങൾ കുറച്ച് നേരം ആകുമ്പോൾ തന്നെ എടുത്തു നോക്കണം, കാരണം അതായിട്ടുണ്ടോ ആയിട്ടില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ എൻ്റെ ഇച്ചിരി കട്ടിയായിട്ടുണ്ട്. നേരത്തെ ഉണ്ടാക്കിയ
സ്ലൈം എങ്ങനെയാണ് ഗൈസ്. ഇത് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സോഫ്റ്റാണ് ഗൈസ്. നിങ്ങളിത് ഉറപ്പായിട്ട് ഉണ്ടാക്കണം. ഞാൻ ഇതിനകത്ത് മൈദ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഭയങ്കര രസമാണ്. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കി നോക്കിയ ഈ ഒരു സ്ലൈം എൻ്റെ പൊന്നെ ഭയങ്കര കട്ടിയായിരുന്നു. ഇത് ഒരിക്കലും ട്രൈ ചെയ്യരുത് ഇങ്ങനത്തെ. ഫസ്റ്റായിട്ട് ആർക്കും കിട്ടില്ല. നമ്മളങ്ങനെ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. എനിക്കിതൊട്ടും ഇഷ്ടമല്ല. ഇപ്പം നിങ്ങൾ വാങ്ങിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞു, ഇത് എന്തൊരു കട്ടിയാന്ന് അറിയട്ടെ. ഓ, വാങ്ങിച്ചാലും ഇതുപോലെ തന്നെയാണ് ഗൈസ്. പക്ഷേ ഞാൻ ഉണ്ടാക്കിയതാണ്, ഒന്നിനും കൊള്ളൂല. ഇതിനകത്ത് ഞാൻ മൈദ യൂസ് ചെയ്ത് ഇതിനകത്ത് എന്തോ ഒരു പ്രോബ്ലം പറ്റി ഗൈസ്. ഞാൻ എന്തൊക്കെയോ എടുത്ത് തേച്ച്, അതാണ്. ഇപ്പം എനിക്ക് ആ പ്രോബ്ലങ്ങളൊന്നുമില്ല. സമയമായിട്ട് തന്നെ നമുക്ക് എടുത്ത് നോക്കാം. ഓ മൈ ഗോഡ്, എടുത്ത് നോക്കാം ഗൈസ്. അപ്പം ഇച്ചിരി വെള്ളമുണ്ട്. വൗ ഗൈസ്, അടിപൊളിയാണ്. ഓ മൈ ഗോഡ് ഗൈസ്, ഇത് വെള്ളം കളഞ്ഞിട്ട് നമുക്ക് നോക്കാം ഗൈസ്. അത് ഉണങ്ങി കഴിഞ്ഞിട്ടുള്ളതാണ് ഗൈസ്. മസ്റ്റ് ട്രൈ. എന്ത് നല്ലതെന്ന് പറയട്ടെ, അടിപൊളിയാണ്. ക്യാമറയ്ക്കൂടെ കാണുന്ന പോലെ അല്ല. ഞാൻ ഇച്ചിരി ഗ്ലിറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്, ഇച്ചിരി ഉള്ളി പൊടിക്കുക. അത് ഞാൻ വീഡിയോ കാണിച്ചില്ലായിരുന്നു എന്ന് തോന്നുന്നു, മറന്നുപോയി. ഇനി ഉണ്ടാക്കി നോക്കാം. പക്ഷേ ഇതിലത്തെ വെള്ളമുണ്ട് ഇതിനകത്ത്. ഗൈസ് മസ്റ്റ് ട്രൈ. ഞാൻ അങ്ങനെ ചുമ്മാ ബോറടിച്ചിരിക്കുമ്പോൾ ഇങ്ങനെങ്കിലൊക്കെ പരീക്ഷ നോക്കും, ചിലപ്പോൾ സക്സസ് ആവും ഗൈസ്. ഞാൻ പ്ലേ ചെയ്യുന്ന, ഞാൻ ഇനി കളിക്കുന്ന വീഡിയോ ഞാൻ ഇടാം ഗൈസ്. നിങ്ങളത് എടുത്തിട്ട് കുറച്ച് നേരം നിങ്ങൾ ഉണക്കാൻ വയ്ക്കണം, കാരണം അതിന് ഇച്ചിരി വെള്ളം കാണും. കുറച്ചേരം വെച്ചാൽ മതി ഗൈസ്. അടിപൊളിയാണ്, ഞാൻ പറയുകയാണ്, മസ്റ്റ് ട്രൈ. ഇത് നിങ്ങൾ നോക്കി ഫേക്കാണ് ഗൈസ്, ഇത് റിയലാണ് ഗൈസ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എങ്ങനെയാവുന്നു. ഞാൻ വിചാരിച്ച, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ചുമ്മാ ഉണ്ടാക്കി നോക്കിയത്. അത് ആ റെഡ് ഞാൻ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് എൻ്റെ ഞാൻ ഉണ്ടാക്കിയ സ്ലൈമും നോക്കാം. ഞാനുണ്ടാക്കിയ എല്ലാ സ്ലൈമും ഇവിടെ വെച്ചുണ്ട്. ആദ്യത്തേന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റായിട്ട് ഉണ്ടാക്കിയ ഒരു റെഡ് സ്ലൈമാണ്. ഒന്നിനും കൊള്ളില്ല ഗൈസ്. ഇത് ഞാൻ വേറെ എന്തൊക്കെയോ ആഡ് ചെയ്തു, ഉണ്ടോ അബദ്ധം പറ്റിയതാണിത് എനിക്ക്. അപ്പോൾ സെക്കൻഡ് വൺ, എൻ്റെ പൊന്നെ പറയുകയാണെങ്കിൽ ഇതെൻ്റെ കളറായതാണ് ഗൈസ്. അത് കൂട്ടിയിട്ട വയ്ക്കാറ്. ഞാൻ കുറേ ഗ്ലിറ്റർ ആഡ് ചെയ്തു ഇതിനകത്ത്. എനിക്ക് കുറേ ഗ്ലിറ്റേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആഡ് ചെയ്യും ഗൈസ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടു ഗൈസ്. ഇത് ഉണ്ടാക്കണതിൻ്റെ വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതെന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇത് സൂപ്പറാണ് ഗൈസ്. ഇതുപോലെയൊക്കെ തന്നെയാണ്. നമുക്കിതുകൊണ്ട് കളിച്ച് നോക്കാം. നിങ്ങൾ ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ബൈ. പിന്നെ ഗൈസ്, ഇതൊക്കെ വെച്ച് ഞാൻ വേറെ സാധനങ്ങളൊക്കെ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ മാത്രമാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ആണ് മോനെ, അടിപൊളിയാണ്. കൊച്ചുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഇത്. നല്ല സ്ക്വിഷി പോലത്തെ ഒരു ക്ലേ ആണ്. അപ്പോൾ ബൈ. ഇനി ഫോർത്ത് ഉണ്ടാക്കുന്ന സ്ലൈം ആണെങ്കിൽ വേറെ സാധനങ്ങൾ വെച്ച് കമൻറ്റ് ചെയ്യണം. ബൈ. അപ്പോൾ ബെല്ലൈക്കൺ അടിച്ചങ്ങ് പൊട്ടിച്ചാണ്.
ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും.